നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയറിയത് മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് വരെ നിസ്കാരത്തിന്റെ ദിക്റുകളിലും നിസ്കാരവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് മുൻപിലാണ് നിൽക്കുന്നത് എന്ന ഓർമ്മയിലും നമ്മൾ എത്ര സമയം ഉണ്ടായിരുന്നു? അതിന് പകുതി സമയം ഉണ്ടായിരുന്നു. ഖാബാഗുണ്ടായിരുന്നു. ഒരു റക്അത്തിൽ ഒരു ഫാത്തിഹ ഓതുന്ന സമയത്തെങ്കിലും അങ്ങനെ നമ്മൾ സ്വന്തം നിസ്കാരത്തെ പരിശോധിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും. അതല്ല, പല ആൾക്കാരും നിസ്കാരത്തിന്റെ ആസ്വാദനം എവിടെയെന്ന് അന്വേഷിക്കാറുണ്ട്. നിസ്കാരത്തിന്റെ ആസ്വാദനം അതിന്റെ ഹൃദയത്തിലാണ്. ഹൃദയം കൊണ്ട് നിങ്ങൾ നിസ്കരിച്ചു തുടങ്ങിയാൽ നിസ്കാരം നിങ്ങൾ കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ കൺകുളിർമ എന്ന കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഈ കൺകുളിർമ എന്താണെന്ന് ചിലപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൺകുളിർമ എന്താണെന്ന് മനസ്സിലാവും. ഒരു മനുഷ്യൻ വർഷങ്ങളോളം അന്യനാട്ടിലോ മറ്റോ പോയി താമസിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് അയാൾ 2-3 വർഷങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ സ്വന്തം കുഞ്ഞിനെ കാണുമെന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് അത് കൺകുളിർമയാണ്. സ്വന്തം കുട്ടീനെ കാണാൻ പറ്റുന്നുള്ളത്. വിദേശത്തൊക്കെ വരുന്ന ആൾക്കാർ നിങ്ങൾ കുട്ടികളെ കാണാൻ വേണ്ടി ഓടുന്നു കണ്ടിട്ടില്ലേ? അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. നിസ്കാരം ഒരാൾക്ക് ലഭിക്കുക എന്നതിൽ അയാൾക്ക് കൺകുളിർമ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിന് സമാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബിമാർ പറഞ്ഞത്, ഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹജബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്. അടുത്തേക്ക് എന്തെങ്കിലും പ്രയാസകരമായ കാര്യം ഉണ്ടായാൽ അവിടുന്ന് ഉടനെ നിസ്കാരത്തിലേക്ക് പോകുമായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ സഹാബിമാർ പറയുന്നു, പട്ടിണി കിടന്ന് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ, തണുപ്പ് കഠിനമാണ്. അനസ് ഇബ്നു മാലിക് പറയുന്നത്, ഭക്ഷണം ഞങ്ങൾക്ക് അതിൻ്റെ മണം കാരണം വായുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റുന്നില്ല. അത്ര മോശമായ ഭക്ഷണം, പഴകിയ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അതിനോടൊപ്പം കഠിനമായ ശൈത്യമുണ്ട്. ഇതിനൊക്കെ പുറമെ കിടന്നുകുഴിച്ച ക്ഷീണമുണ്ട്. കിടങ്ങിനപ്പുറത്ത് 10,000 വരുന്ന സൈന്യവും ഇരിക്കുന്നു. മദീനയിൽ ഇപ്പുറത്തുള്ളിൽ, കിടങ്ങിൻ്റെ ഉള്ളിൽ ജൂതന്മാർ ചതിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നിസ്കാരം എന്തായിരിക്കും? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ആ പ്രയാസകരമായ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മുശ്രിക്കുകളുടെ സൈന്യത്തിൻ്റെ അടുത്തേക്ക് അവരുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് നിസ്കാരത്തിലായിരുന്നു, സുദീർഘമായ നിസ്കാരത്തിലിരുന്ന. ബദർ യുദ്ധത്തിൽ സമാനമായ സംഭവം നിങ്ങൾക്ക് കാണാം. ബദർ യുദ്ധത്തിൽ ഇത്ര വലിയ സൈന്യത്തെ നേരിടേണ്ടി വരുമെന്ന പ്രതീക്ഷയില്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെട്ടത്. 300-ൽ പരം വരുന്ന സഹാബിമാരുമായി ചെന്നെത്തിയത് ആയിരക്കണക്കിന് വരുന്ന മുശ്രിക്കുകളുടെ സൈന്യത്തിന് മുൻപിലാണ്. എന്താണ് അന്നത്തെ രാത്രി അവിടുത്തെ അവസ്ഥ? സഹാബികൾ പറയാം, ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഉറങ്ങാത്ത ഒരാളുണ്ടായിരുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂൽ ഒഴികെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നിസ്കാരത്തിലായിരുന്നു. നിസ്കാരത്തിൽ അവിടുന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശരീരത്തിൽ നിന്ന് മേൽമുണ്ട് താഴോട്ട് വീണത് എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് ശരീരത്തിൽ വെച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്ബുക് ഹസ്ബുക്, അള്ളാഹുവിൻ്റെ റസൂലെ മതി, അള്ളാഹു താങ്കളെ സഹായിക്കുന്നതാണ്. നോക്കൂ, അവിടത്തേക്ക് പ്രയാസം ഉണ്ടായപ്പോൾ നിസ്കാരത്തിലേക്കാണ് ഓടിയത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഖൽബ് നിസ്കാരത്തിനോട് ചേർന്നുകൊണ്ടാണ്. നിസ്കാരത്തിൽ പറയുന്ന കാര്യം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, നിങ്ങൾ നിസ്കാരത്തിൽ ഉച്ചരിക്കുന്ന വാക്കുകളുടെ അർത്ഥം ശരിക്കും ചിന്തിക്കുക. ആ പറയുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് ഒരു മനുഷ്യന്റെ മുൻപിൽ അതിനോട് സമാനമായ, അതേപോലത്തെ വാക്കല്ല, അത് സമാനമായ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും വാക്ക് നിങ്ങൾ ഒരു മനുഷ്യനോട് പറയുന്നു, ചിന്തിച്ചു നോക്കൂ, നിങ്ങളത് പറയാം, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഒരു മനുഷ്യനോടാണ് ഇതിൻ്റെ എന്തെങ്കിലും ചെറിയ വാക്കുകൾ ഇതിന് സമാനമായ ഒരു മനുഷ്യനോടാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അവൻ്റെ ഹൃദയം ഏത് അവസ്ഥയിലായിരിക്കും? ഒരു രാജാവിൻ്റെ മുൻപിലാണ് പറഞ്ഞിരുന്നതെങ്കിൽ. ലോകങ്ങളുടെ സത്താവായ അള്ളാഹുവിന് മുൻപിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിന് ഇബാദത്തിന് വലിയ പങ്കുണ്ട്.